ശ്യാമയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മ ശ്യാമയുടെ വീട്ടിലെത്തിയാൽ ആകെ പ്രശ്നമാവും. അച്ഛനെ വിളിക്കാം, അതാ നല്ലത്. അച്ഛൻ പറഞ്ഞ അമ്മ കേൾക്കും. അമ്മളെ എന്താ? ഇന്നവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കും അച്ഛാ. വേഗം അച്ഛ അമ്മയെ വിളിച്ച് അങ്ങോട്ട് പോരുതെന്ന് പറയണം. ഓ അതെയോ? അച്ഛാ, സംസാരിച്ച് കളയാൻ സമയമില്ല. അമ്മയൊന്ന് വേഗം വിളിക്ക്. ശരി മോളെ. ആനന്ദേട്ടനാ. അമൃത പറഞ്ഞിട്ട് വിളിക്കോ? എന്നോട് അവിടേക്ക് പോകരുതെന്ന് പറയാനാ. ഞാൻ കാറില്ല, ട്രാഫിക് ഉണ്ട്, പിന്നെ വിളിക്കാം. പിന്നെ ഞാൻ വസു മനഃപൂർവ്വം സംസാരിക്കാത്തത്. വസു അവിടെ എത്തിയാൽ ശ്യാമയെ ചോദ്യം ബാക്കി വയ്ക്കില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. വെറുതെ വിളിക്കും. എന്താ അച്ഛാ? അച്ഛൻ പറഞ്ഞിട്ട് അമ്മ കേട്ടോ? ഇല്ല, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആദ്യം ഐശ്വര്യൻകുട്ടി വേഗം ശ്യാമയുടെ വീട്ടിലേക്ക് പോകും. ഐശ്വര്യ എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി. അല്ലച്ചാ, ഞങ്ങളിപ്പോ അങ്ങോട്ടേക്ക് എന്തിനാ? ആദ്യം അമൃത ഞാൻ പറയുന്ന കേക്ക്. ഐഡിയ എന്താണെന്ന് ഞാൻ പിന്നെ നിന്നെ ഫോൺ ചെയ്ത് പറയാം. ഞങ്ങൾ ഇപ്പൊ തന്നെ പുറപ്പെടാച്ചാ. ശരി. കൃഷ്ണ ചതിച്ചോ? നിക്ക. അവളെവിടെ? എവിടെയാ നീ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ആരുടെ കാര്യം അമ്മ പറയുന്നേ? അശ്വതി, രണ്ടാളിന്റെ ഒത്തുകളി ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എന്റെ കുടുംബം തകർക്കാൻ ഇനി ഞാൻ ആരെ സമ്മതിക്കില്ല. അശ്വതി വിളിക്കാൻ.
ഞാൻ പറഞ്ഞില്ലേ വസു ഇപ്പൊ എത്തുമെന്ന്. കണ്ടോ, കൃത്യസമയത്ത് തന്നെ വസു എത്തി. വസു ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോ ഓഫീസിൽ വസുവിന് ഒരു അത്യാവശ്യം, അങ്ങനെ പോകേണ്ടി വന്നതാ. ഞാൻ ഫോൺ ചെയ്തപ്പോ വസു പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പൊയ്ക്കോ, ഞാൻ കൃത്യസമയത്ത് എത്തിക്കോളാമെന്ന്. ഇപ്പൊ ആളെത്തുകയും ചെയ്തു. അതിന് ഞാൻ ഒന്നും പറയണ്ട, എല്ലാം പ്ലാൻ ചെയ്ത് താനല്ലേ. അത് നന്നായെന്നേ. നമ്മൾ എല്ലാരും കൂടെ വന്നത് അഖിക്ക് ശ്യാമയ്ക്ക് എത്രമാത്രം സന്തോഷമായെന്നോ. കേട്ടോ അഖി, നിങ്ങളുടെ രണ്ടാളുടെ വിവാഹ വാർഷികം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ആഘോഷിക്കണമെന്നും അതിന് നമ്മളെല്ലാവരും കൂടി നേരിട്ട് ഇവിടെ വന്ന് നിങ്ങളെ ക്ഷണിക്കണമെന്നും എന്നോട് പ്രത്യേകം ആവശ്യപ്പെട്ടത് നിന്റെ അമ്മ തന്നെയാ, അല്ലേ വസു? മടിക്കണ്ട, താൻ തന്നെ നേരിട്ട് അവരെ ഫംഗ്ഷന് ക്ഷണിക്കേ. തന്റെ ആഗ്രഹമല്ലേ, ക്ഷണിക്കുന്നേ. ക്ഷണിക്കടോ. അത് വെഡിങ് ആനിവേഴ്സറിയാ. രണ്ടാളും വന്നേക്കണം. വസുവിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടി ഇവിടെ വന്ന് നിങ്ങൾ രണ്ടാളെയും ക്ഷണിക്കുമെന്ന്. ഇപ്പോൾ ദേ അമ്മ രണ്ടാളെയും ക്ഷണിച്ചിരിക്കുക. ഇനി രണ്ടാൾക്കും വരാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അഖിയുടെയും ശ്യാമയുടെയും വെഡിങ് ആനിവേഴ്സറി ഗംഭീരമാക്കുന്നു. അതെ, എനിക്ക് വീടിനകൊക്കെ ഒന്ന് കാണണമെന്ന് പറ. എന്താ അമ്മയ്ക്ക് ഈ വീടിനകൊക്കെ ഒന്ന് കാണുമെന്ന്. അയ്യോ, അതിനെന്താ, വന്നോളൂ. നിങ്ങളിവിടെ നിൽക്ക്. ഞങ്ങള് സ്ത്രീകൾ മാത്രം മതി. ശ്യാമേ, അമ്മ, ജയന്തി പറഞ്ഞത് അശ്വതി പുറത്ത് ബാത്റൂമിന്റെ സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാ. സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്കറിയാം. അമ്മ വന്നേ. എന്നിട്ട് ജയന്തി എവിടെ? ജയന്തിയാണ് ഇതിന് പിന്നിലെന്ന് ഇവിടെ ആരും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. മാറി നിൽക്കോ. അശ്വതി, അവളെ ഞാൻ കണ്ടെത്താൻ പോവാ. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്യാമയുടെയും അശ്വതിയുടെയും എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു വീഴാൻ പോവാ. അമ്മ നടക്ക്, വാ. അശ്വതി ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് കണ്ടെത്താൻ വന്നതാ അമ്മ. അവളിവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇവിടുന്ന് മാറ്റണം? എടുത്തേ
എടുത്ത് വന്നേ. അമ്മേ ഏട്ടാ ഇതെന്താ ഇവരെല്ലാരും രഹസ്യം പറയുന്നത്? എന്താ കാര്യം? എനിക്കങ്ങോട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് കാര്യം? അവർ സംസാരിക്കുക പറയൂ, എന്തുകൊണ്ടായിക്കോട്ടെ. ഇപ്പൊ ഇവിടെ ആക്കിയുണ്ടല്ലോ, നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ ഗ്രാൻഡ് ആക്കാന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അമ്മേ ദേ അവിടെയാ. എടുത്തേ. നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയല്ലേ? പുറത്തേക്ക് ഇറങ്ങി വാ. അശ്വതി, ഞാൻ പിടിച്ചിറക്കണോ അതോ നീ പുറത്തേക്ക് വരുന്നോ? എടി, നിന്നെ ഇന്ന് ഞാൻ. അമ്മേ നമുക്ക് പോയി നോക്കാമേ. ശ്യാമേ പറഞ്ഞ സ്ഥലം ഇതാ. എന്നിട്ട് അവളെവിടെ? വീണ്ടും നീ എന്നെ വിട്ടിയാക്കിയല്ലേ? ഇതിവിടം കൊണ്ട് തീരില്ല. താമസിയാതെ രണ്ടിനെയും പൂട്ടും ഞാൻ. വാ. ദൈവമേ, കൃഷ്ണ. ഹലോ അശ്വതേച്ചി, രണ്ടുപേരും വീട്ടിലെത്തിയോ? ഇല്ല ശ്യാമേ, തക്ക സമയത്ത് ശ്യാമേനെ രക്ഷിച്ചു. വലിയൊരു ദുരന്തം ഒഴിവായി. ഇതിനൊക്കെ ശ്യാമയോട് എങ്ങനെ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. നന്ദി പറയേണ്ടത് എന്നോടല്ലേ ചേച്ചി, സാക്ഷാൽ കണ്ണനോടാ. കുറച്ചു മുമ്പ് ചേച്ചി ഇവിടെ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കപ്പെട്ടേനെ. ഞാൻ പിന്നെ വിളിക്കാം. വസുന്ധരാമ എല്ലാവരും പുറപ്പെടാൻ വേണ്ടി തുടങ്ങാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശ്യാമേ. ശരി, വാ മോളെ. എന്റെ കൃഷ്ണ, നീ അശ്വതേച്ചി എന്നെ രക്ഷിച്ചത്. എന്നാലും ഇന്നും അവള് രക്ഷപ്പെട്ടു. വല്ലാത്ത കഷ്ടമായിപ്പോയി. ശ്യാമ മനഃപൂർവ്വം അവളെ എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചതാ.
അത്ര തന്ത്രപരമായിട്ടാണ് ശ്യാമ ഇത് ചെയ്തതെങ്കിൽ അവൾക്ക് എന്തോ വലിയൊരു ലക്ഷ്യമുണ്ട്. എല്ലാത്തിനും ചരട് വലിക്കുന്നത് ശ്യാമയാണെന്ന് ഇപ്പറിന് ബോധ്യായില്ലേ? ഇക്കാര്യം അമ്മ പലതവണ പറഞ്ഞതാ. എല്ലാവരും അമ്മയെ ഒറ്റപ്പെടുത്തി. അമ്മ ഭയക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. അവളും ആ ശ്യാമയും ചേർന്ന് ആദിയേട്ടന്റെയും അമൃതേടത്തിയുടെയും ജീവിതം തകർക്കും. അതിനു മുമ്പേ ഈ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. ആദ്യേട്ടനെ ഞാനൊന്ന് കാണട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഏട്ടനെ കൊണ്ട് ഞാനിന്ന് സത്യം പറയിപ്പിക്കും. അവളുടെ വീട്ടിലേക്ക് ആദ്യേട്ടനെയും കൊണ്ടുപോകും. പിന്നെ എല്ലാത്തിനും അവസാനമാ. എവിടേക്കാ? ഞാൻ പറഞ്ഞില്ലേ, ഏട്ടനോട് സംസാരിക്കാൻ, അവളുടെ മുമ്പിൽ വെച്ച് സത്യം പറയിക്കാൻ. വേണ്ട, ഇപ്പൊ വേണ്ട. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആദ്യേട്ടൻ സത്യം പറയില്ല. വെറുതെ നിങ്ങൾ തമ്മിൽ പ്രശ്നമാവും, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഐശ്വര്യ പറയുന്നേ? കുറച്ചുകൂടെ ക്ഷമിക്കുക. നമ്മുടെ കൺമുമ്പിൽ തന്നെ അവൾ വീണ്ടും വന്നു പെടും. കയ്യോടെ പിടിക്കാം, സത്യം തെളിയിക്കാം. അതാ ബുദ്ധി. ആ, കുറച്ചുകൂടി ക്ഷമിക്കാം. പക്ഷെ അവളെ, ആദ്യേട്ടന്റെ ജീവിതം തകർക്കാൻ ഒരുങ്ങുന്ന അവളെ കണ്ടുകിട്ടുന്ന അന്ന് ഈ അരുൺ ആരാന്ന് അവളും ആദ്യേട്ടനും അറിയും. ഐശ്വര്യ നോക്കിക്കോ. ഹലോ, GK സാറല്ലേ? അതെ, പറഞ്ഞോളൂ. സാർ, കൃഷ്ണതുളസി പാടിയ പാട്ട് ഞങ്ങൾക്കെല്ലാം അത്രയ്ക്ക് ഇഷ്ടമായി. ആ, ആ കുട്ടിയുടെ നമ്പറും തരൂ സാർ. വിളിച്ച് അഭിനന്ദനം അറിയിക്കാനാ. വിളിച്ചതിൽ സന്തോഷം. സാർ, ഫോൺ നമ്പർ? ആ നമ്പർ തൽക്കാലം ഷെയർ ചെയ്യരുതെന്നാ തീരുമാനം. സോറി. 2 ദിവസമായി എനിക്ക് ഫോൺ വയ്ക്കാൻ സമയമില്ല. കൃഷ്ണ തുളസിയുടെ ശബ്ദം സൂപ്പറാ, എന്തൊരു പാട്ടാ. ആ കുട്ടിയുടെ നമ്പർ കിട്ടുമോ? ഈ ആളുകളോട് മറുപടി പറഞ്ഞു മടുത്തു. അതുകൊണ്ട് ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. എൻ്റെ ഇത്രയും കാലത്തെ കരിയറിലെ ഒരു അത്ഭുതമായത്. കൃഷ്ണ തുളസിയുടെ പാട്ട് വേഗം ഹിറ്റായിക്കൊണ്ടിരിക്കുക. നമ്മുടെ നല്ല സമയം. അതുകൊണ്ടാ ശ്യാമയെ കൊണ്ട് വീണ്ടും പാടിപ്പിക്കാൻ തോന്നിയത്. ഞാൻ ശ്യാമയെ ഒന്ന് വിളിക്കട്ടെ. ആ, ഹലോ സർ. ശ്യാമ, കൺഗ്രാജുലേഷൻസ്. ശ്യാമയുടെ പാട്ടിപ്പോ തരംഗം ആയിക്കൊണ്ടിരിക്കുക. ഹിറ്റല്ല, സൂപ്പർ ഹിറ്റാ. ശ്യാമ എന്താ ഒന്നും പറയാത്തെ? സർ, സർ, സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. ശ്യാമ എന്ന ഗായികയുടെ പ്രയാണം ഇവിടെ തുടങ്ങുകയാ. എങ്ങനെയാ സാറിനോടൊക്കെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ ഓക്കെ, നന്ദിയൊക്കെ തന്റെ കണ്ണനോട് പറഞ്ഞേക്ക്. നമ്മുടെ അടുത്ത പാട്ടും ഈ ശ്യാമയെ കൊണ്ട് തന്നെ പാടിക്കണം. ശ്യാമയെ ഒടുവിൽ അനുഗ്രഹിച്ചല്ലോ. എന്റെ കൃഷ്ണ, അന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വിസ്മയെ കൊണ്ട് തന്നെ ആ പാട്ട് പാടിച്ചത് ഭാഗ്യമായി. വിസ്മയ പാടിയ പാട്ട് ഇപ്പൊ ഹിറ്റായിരിക്കുക. കൺഗ്രാജുലേഷൻസ് വിസ്മയ. താങ്ക് യു സർ. എന്റെ മോളുടെ അധ്വാനത്തിന് ഒടുവിൽ ഫലമുണ്ടായി.